ഇന്ന് നമുക്ക് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ദൃശ്യം 3 എന്ന ക്രൈം ത്രില്ലർ മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മാത്രമല്ല കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തേക്കാൻ മറക്കരുതേ. സിനിമ ആരംഭിക്കുന്നത് ജോർജ് കുട്ടി തന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ വെച്ച് ഒരു സിനിമ എടുത്തിരിക്കുന്നു. ആ സിനിമ തിയേറ്ററിൽ റിലീസാവുകയും ചെയ്യുകയാണ്. സിനിമയുടെ പേര് ദൃശ്യം. ക്ലൈമാക്സിൽ ഗൃഹനാഥൻ കുറ്റസമ്മതവും ചെയ്യുന്നുണ്ട്. സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും അതോടെ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഒരുപാട് സന്തോഷമാകുന്നു. പുറത്ത് മീഡിയക്കാരും ബഹളവും ഒക്കെ ആയതിനാൽ തിയേറ്ററിന്റെ പിന്നിലൂടെ പോകുന്ന ജോർജ് കുട്ടിയെയും കുടുംബത്തിനെയും റിപ്പോർട്ടറായ യാമിനിയും ക്യാമറമാനും പിടിച്ചു നിർത്തുന്നു. ഫാമിലിയായി ഒരു ഇന്റർവ്യൂ വേണമെന്നായിരുന്നു യാമിനിയുടെ ആവശ്യം. എന്നാൽ അതിന് ജോർജ് കുട്ടി തയ്യാറാകുന്നില്ല. സാറിന്റെ റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡന്റുമായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധമുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. യാമിനിയുടെ ആ ഒരു ചോദ്യത്തിന് ജോർജ് കുട്ടിയുടെ മറുപടി, ഒരു തെറ്റും ചെയ്യാതെയാണ് പോലീസുകാർ എന്നെയും എന്റെ കുടുംബത്തെയും വേട്ടയാടിയത്. എന്നാൽ ഒരു സിനിമ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ തെറ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് വേട്ടയാടുന്നത് പോലെ ചിത്രീകരിച്ചു. അത്രയുള്ളൂ എന്നതായിരുന്നു ജോർജ് കുട്ടിയുടെ മറുപടിയും. അവിടെ നിന്ന് പോകുന്ന ജോർജ് കുട്ടിയെ കാണുന്ന യാമിനി ഇയാളൊരു പഠിച്ച കള്ളനാണെന്ന മട്ടിൽ നിൽക്കുകയാ. സിനിമ ഇറങ്ങിയതോടെ ജോർജ് കുട്ടി വലിയ തിരക്കിലാണ്. മൂത്ത മകളായ അഞ്ജുവിന് വിവാഹാലോചനയുമായി ബ്രോക്കർ വരുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ ഒഴിവാക്കി വിടുകയാണ് ജോർജ് കുട്ടി ചെയ്യുന്നതും. ഓരോരുത്തരുടെ ചോദ്യങ്ങളൊന്നും ജോർജ് കുട്ടിക്കും കുടുംബത്തിനും താങ്ങാനാകാത്തതാണ് കാരണം. ജോർജ് കുട്ടിയുടെ സഹായിയായ രാജൻ അഞ്ജുവിന് മാട്രിമോണി വഴി വിവാഹാലോചന നോക്കിക്കൂടെ എന്ന അഭിപ്രായം പറയും. പക്ഷേ അവർക്ക് അതിനൊന്നും താല്പര്യമില്ല. ഈ കുടുംബത്തിന് വിശ്വാസമുള്ളൊരു ബ്രോക്കറുണ്ട്, മത്തായി. മത്തായിയാണ് അഞ്ജുവിന് വിവാഹാലോചന കൊണ്ടുവരുവാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നതും. ആ സീൻ അവിടെ കട്ടായി അമേരിക്കയില് ഗീതാ പ്രഭാകരനെയും ഭർത്താവിനെയുമാണ് കാണിക്കുന്നത്. ജോർജ് കുട്ടിയുടെ സിനിമയുടെ ന്യൂസൊക്കെ ടിവിയിൽ കാണുന്നത് കണ്ട് ഗീതാ പ്രഭാകർ ആകെ തകർന്നിരിക്കുകയാണ്. ഗീത ഓൾറെഡി മാനസിക പ്രശ്നവും അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് അഞ്ജു ഒരു സൈക്കോളജിസ്റ്റിനെ കാണുവാനായും എത്തും. കുറച്ച് നാളുകളായിട്ട് ഡോക്ടറിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. സിനിമ കണ്ടതിൽ നിന്നും അഞ്ജുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായോ എന്ന പരിശോധനയിലാണ് ഡോക്ടർ. അഞ്ജു ഇപ്പോൾ ഓക്കെയാണെന്നും ഡോക്ടറിന് മനസ്സിലാകുന്നു. എന്നാൽ അവിടെ നിന്നും പോകുന്ന അഞ്ജുവിനെ ഫോളോ ചെയ്ത് യാമിനിയും കൂട്ടാളിയും ഉണ്ടായിരുന്നു. യാമിനിയാണെങ്കിലോ ഡോക്ടറിനെ ഫോളോ ചെയ്ത് ബ്യൂട്ടി പാർലറിലും എത്തുന്നുണ്ട്. ഡോക്ടറിനെ പരിചയപ്പെടുകയും എന്റെ ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമെന്നും പറഞ്ഞ് ഡോക്ടറിന്റെ ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജോർജ് കുട്ടിയും കുടുംബത്തെയും കാണിക്കുന്നു. ജോർജ് കുട്ടി ഇപ്പോൾ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച് തിരക്കിലാണ്. അതേ സമയമായിരുന്നു ജോർജ് കുട്ടിയെ കാണുവാൻ വേണ്ടിയിട്ട് മത്തായി വന്നതും. മത്തായി ഇതിനു മുൻപ് ഒരു വിവാഹാലോചന കൊണ്ടുവന്നിരുന്നു. അവർ പെണ്ണ് കാണുവാനായിട്ട് വന്നതാണ്. കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായാണ് പോയത്. എന്നാൽ ഇപ്പോൾ അവർക്ക് പെണ്ണിനെ വേണ്ട എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് അവരോട് അന്വേഷിച്ച സമയത്തോ പെൺകുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് ആരോ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഒരു ആലോചനയിൽ നിന്നും ഒഴിഞ്ഞു മാറിയതെന്നും മത്തായി പറയുന്നു. അത് കേട്ട് ജോർജ് കുട്ടിയും ഭാര്യയും ഷോക്കായി പോവുകയാണ്. ആരാ അങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ എന്നതായിരുന്നു അവരുടെ ചിന്തയും. ഒരു കാര്യം ചെയ്യാം, അഞ്ജുവിന്റെ ഷെയർ കുറച്ചുകൂടി കൂട്ടിത്തരാം. അതാ പയ്യന്റെ വീട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കെന്നും ജോർജ് കുട്ടി പറയുന്നു. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മത്തായി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ജോർജ് കുട്ടിയുടെ ഇളയ മകളായ അനു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ചേച്ചിയുടെ ഷെയർ കുറച്ചുകൂടി കൊടുക്കാമെന്ന് പറയുന്നത് സ്ത്രീധനം കൂടുതൽ കൊടുക്കുന്നത് തന്നെയല്ലേ? ചേച്ചി പലപ്പോഴും പറഞ്ഞിട്ടില്ലേ സ്ത്രീധനം ചോദിച്ചു വരുന്നവരുടെ ബന്ധം ഒന്നും നോക്കണ്ട എന്ന്. ഈ സ്ത്രീധനം ഒരുപാട് വാങ്ങിക്കൊണ്ട് പോകുന്നവർ ചേച്ചി നന്നായിട്ട് നോക്കുമെന്ന് എന്താ ഉറപ്പെന്ന് അനു ചോദിക്കുമ്പോഴോ അനു പറയുന്നതിലും കാര്യമുണ്ടെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ജോർജ് കുട്ടിയാണെങ്കിലോ എന്തായാലും അഞ്ജുവിന്റെ ഇഷ്ടം എന്താണ് അതേ താൻ നടത്തുള്ളൂ എന്നതാണ് ജോർജ് കുട്ടിയുടെ തീരുമാനവും. അഞ്ജു എന്ന് ഡോക്ടറിനെ കണ്ടിട്ട് പോകുവാനായി ഇറങ്ങുന്ന സമയം ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മയോട് തന്നെ ഒന്ന് വിളിക്കണമെന്ന്. അതനുസരിച്ച് ജോർജ് കുട്ടിയും ഭാര്യയും ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുകയാണ്. ഡോക്ടർ പറയുന്നത്, ഈ കേസിനെ കുറിച്ച് കുട്ടികൾക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ കുട്ടികളുടെ മനസ്സിലുമുണ്ട്. കുട്ടികളെയും കൊണ്ട് ഒരു യാത്രയൊക്കെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കുന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുട്ടികളെ കൊണ്ട് പുറത്ത് ഫുഡ് കഴിക്കുവാനായി എത്തുകയാണ് ജോർജ് കുട്ടി. എന്നാൽ അവിടേക്ക് ജോർജ് കുട്ടിയുടെ വക്കീലും എത്തുന്നുണ്ട്. വക്കീലിനെ വിളിച്ചു വരുത്തിയത് ജോർജ് കുട്ടിയാണ്. കുട്ടികൾക്കൊക്കെ കേസിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടല്ലോ. ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് വക്കീലിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതും. അഞ്ജുവിനും അനുവിനും അറിയേണ്ടത് കേസ് ക്ലോസ് ആയോ, IG ഗീതാ പ്രഭാകർ ഇനി വല്ല പ്രശ്നത്തിനും വരുമോ എന്നുള്ളതൊക്കെയായിരുന്നു. അതിന് മറുപടിയായിട്ട് വക്കീൽ പറയുന്നത്, ടെക്നിക്കലി കേസ് ക്ലോസ് ആയി, പ്രാക്ടിക്കലി കേസ് ക്ലോസ് ആയിട്ടില്ല. കാരണം പോലീസുകാർക്ക് ഇനിയും എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ IG ഗീതാ പ്രഭാകർ
ഗീതാ പ്രഭാകർക്ക് കിട്ടേണ്ട കാര്യമെല്ലാം കിട്ടിക്കഴിഞ്ഞു. അതോടുകൂടി ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാകാനും പോകുന്നില്ല. അവർ ഈ ഒരു കേസിന്റെ പിറകെ വരത്തുമില്ല. ഹൈക്കോർട്ടിലും കേസ് ക്ലോസ് ആയിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ വക്കീൽ പറയുന്നു. പോലീസുകാർക്ക് ഇനി എന്തായാലും എവിഡൻസ് ഒന്നും കിട്ടാനും പോകുന്നില്ല. അങ്ങനെ വല്ലതും കിട്ടുമായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എന്നേ കിട്ടേണ്ടതാണ്. മാത്രവുമല്ല, സോഷ്യൽ മീഡിയയ്ക്ക് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിനും പിന്നാലെ വേട്ടയാടി നടക്കുന്നത് കൊണ്ട് പുതിയ എന്തെങ്കിലും കേസ് കിട്ടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അതിന് പിന്നാലെ പോകുമെന്നൊക്കെ പറഞ്ഞ് വക്കീൽ അവരെ സമാധാനിപ്പിക്കുന്നു. അപ്പോഴാണ് കുറേ നാളുകൾക്ക് ശേഷം കുട്ടികൾക്കൊന്ന് സമാധാനം കിട്ടിയതും. മറ്റൊരു വശത്ത് യാമിനിയും ക്യാമറാമാനും എത്തിയിരിക്കുന്നത് മുൻപ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും നിരീക്ഷിച്ചിരുന്ന സ്പൈ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഇപ്പോൾ ട്രാൻസ്ഫർ ആയി മറ്റൊരു നാട്ടിലേക്കും പോയിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥനടുത്തെത്തി ജോർജ് കുട്ടിയുടെ കേസിനെ കുറിച്ചൊക്കെയാണ് യാമിനി അന്വേഷിക്കുന്നതും. ആ കേസ് ഇപ്പോഴും ലൈവില, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു തരാൻ കഴിയില്ല. ഞാനും ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അതുകൊണ്ട് തന്നെ വേറൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ, സർ വേറെ അധികം ഒന്നും പറഞ്ഞു തരണ്ട. സാറ് പറയുന്ന കാര്യങ്ങൾ എന്തായാലും റെക്കോർഡ്സിൽ വരാനും പോകുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രം മതിയെന്ന് യാമിനി പറയുമ്പോൾ അതിന് മറുപടി, ഇതിനെനിക്ക് എന്താണ് ബെനിഫിറ്റ് എന്നതായിരുന്നു. അയാൾ എത്ര കാശാണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുവാനായിട്ട് യാമിനിയും കൂട്ടരും തയ്യാറാകുന്നു. അടുത്തതായി യാമിനി എത്തിയിരിക്കുന്നത് അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ജോർജ് കുട്ടി വരുണിന്റെ റിമൈൻസുമായി പോകുന്നത് മൊബൈൽ ടവർ ലൊക്കേഷൻ വഴി കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ ഒക്കെ എടുത്തിരുന്നു. ജോർജ് കുട്ടി ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പൊന്തമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൽ കുറെ നേരം വെയിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അവിടെ നിന്നും യാത്രയായതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോഴോ, അപ്പോൾ പൊന്തമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലായിരിക്കാം റിമൈൻസ് എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക എന്നത് യാമിനി പറയുന്നു. ചിലപ്പോൾ അത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. അയാൾ അത്രയ്ക്കും ബുദ്ധിമാനാണെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ നിങ്ങളും ജോർജ് കുട്ടിയുടെ ഫാനാണല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ പിന്നീട് ഈ ഒരു കേസ് മുൻപോട്ടൊന്നും അന്വേഷിക്കാത്തത് എന്നതായിരുന്നു യാമിനിയുടെ ചോദ്യവും. അത് ആ പോലീസുകാരൻ അത്ര ഇഷ്ടമായതേയില്ല. മറ്റൊരു വശത്ത് രാവിലെ തന്നെ DGP ഓഫീസിലേക്ക് പോകുവാനായി ഇറങ്ങുകയാണ് ജോർജ് കുട്ടി. കാരണം ജോർജ് കുട്ടിയുടെ സിനിമ ആരോ യൂട്യൂബിലെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത്രേ. അതിനെതിരെ കംപ്ലൈന്റ് ചെയ്യുവാനായിട്ട് പോവുകയാ. അതേ സമയമായിരുന്നു മത്തായി അവിടേക്ക് പുതിയ 2 ആലോചനയുമായി എത്തുന്നത്. ഒന്ന് തൊടുപുഴയിൽ നിന്ന്, മറ്റൊന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആലോചനയാണെന്നുള്ള കാര്യം പറയുമ്പോൾ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആലോചന ഒന്നും വേണ്ട, നാട്ടിലുള്ള പയ്യന്റെ ആലോചനകൾ നോക്കിയാൽ മതി. തൊടുപുഴയിലുള്ള ആലോചനയുടെ കാര്യം ദേ റാണിയോട് സംസാരിക്കുവാനായും പറഞ്ഞിട്ടാണ് ജോർജ് കുട്ടി പോകുവാനായും ഇറങ്ങുന്നത്. അങ്ങനെ ജോർജ് കുട്ടി DGPയുടെ ഓഫീസിലേക്കും എത്തുന്നു. അവിടെയുള്ള പോലീസുകാരെല്ലാവരും ജോർജ് കുട്ടിയെ വല്ലാതെയാണ് നോക്കുന്നത്. DGP ഓഫീസിലേക്ക് എത്തുന്ന ജോർജ് കുട്ടിക്ക് അടുത്തേക്ക് പണ്ട് ജോർജ് കുട്ടിയെ സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയിരിക്കുകയാണ്. മാത്രവുമല്ല, വരുണിന്റെ കേസിനെ കുറിച്ചൊക്കെ ജോർജ് കുട്ടിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് സഹദേവൻ നിങ്ങളെ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. പിന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലായത്. സത്യത്തിൽ ഇതൊരു സെൽഫ് ഡിഫൻസ് അല്ലായിരുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരും നിങ്ങളെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തതെന്നുമൊക്കെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതെല്ലാം കേട്ട് മറുപടിയൊന്നും കൊടുക്കാതെയാണ് ജോർജ് കുട്ടി ഇരിക്കുന്നതും. അന്നേ ദിവസം വീട്ടിലേക്ക് എത്തുന്ന ജോർജ് കുട്ടിയോട് രാത്രി റാണി വന്നിരുന്ന് സംസാരിക്കുകയാണ്. മകളെ വിദേശത്തേക്ക് വിവാഹം കഴിപ്പിച്ച് വിടില്ല എന്നാണല്ലോ ജോർജ് കുട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ റാണി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടാളും അകത്തേക്ക് പോകുവാനായി ഒരുങ്ങുന്ന സമയത്തായിരുന്നു അവരുടെ വാഴത്തോപ്പിൽ നിന്നും ആരോ ലൈറ്റ് അടിക്കുന്നത് പോലെ ജോർജ് കുട്ടിക്ക് തോന്നുന്നത്. പക്ഷേ എത്ര നോക്കിയിട്ടും അവിടെ ആരും ഉള്ളതായിട്ട് ജോർജ് കുട്ടി കാണുന്നില്ല. അടുത്ത ദിവസം ജോർജ് കുട്ടിയെ കാണുവാൻ വേണ്ടിയിട്ട് ജോസും ജോസിന്റെ ഭാര്യയായിട്ടുള്ള മേരിയും എത്തുന്നുണ്ട്. ഈ ജോസാണെന്ന് ജോർജ് കുട്ടി വരുണിന്റെ ഡെഡ് ബോഡി പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് മൊഴി കൊടുത്ത ആള്. അന്ന് മൊഴി കൊടുത്തതിൽ പിന്നെ ജോസിന്റെ അവസ്ഥ വല്ലാതെ മോശമായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, പോലീസുകാരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടാണ് ജോസ് മൊഴി കൊടുത്തിരിക്കുന്നതും. അന്ന് ആ ഒരു കാശ് വാങ്ങിയതിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം വല്ലാത്ത കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത്. പള്ളിയിൽ അച്ഛനടുത്ത് പോയി ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത്, നിങ്ങളെ കാരണം ഒരു കുടുംബം വേദനിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ ശാപമാണിതെന്നാണ്. അതുകൊണ്ടിപ്പോൾ മാപ്പ് പറയുവാൻ വേണ്ടിയിട്ടാണ് ജോസും മേരിയും എത്തിയിരിക്കുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് ജോർജ് കുട്ടി പറയുന്നതോ, നിങ്ങൾ അങ്ങനെ മൊഴി കൊടുത്തത് കൊണ്ടാണ് വീണ്ടും കേസ് റീഓപ്പൺ ചെയ്തത്. ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് ജോസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. മാത്രവുമല്ല, ജോസിന് ബിസിനസ് തുടങ്ങുവാൻ വേണ്ടിയിട്ട് ജോർജ് കുട്ടി സഹായിക്കുവാനായിട്ടും തീരുമാനിക്കുകയാണ്. പക്ഷേ അതൊന്നും റാണിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല.
മത്തായി തൊടുപുഴയിൽ നിന്നും ഒരു ആലോചന കൊണ്ടുവന്നല്ലോ. അവർ ഇപ്പോൾ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ടും എത്തിയിരിക്കുകയാണ്. പയ്യന്റെ വീട്ടുകാർക്ക് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ശ്രേയ എന്നൊരു പെൺകുട്ടി വരുന്നു. ഈ ശ്രേയയുടെ അച്ഛനാണ് ശ്മശാനത്തിൽ നിന്നും ജോർജ് കുട്ടിക്ക് ഡെഡ് ബോഡി എടുത്തു കൊടുത്ത് സഹായിച്ചത്. ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. ജോർജ് കുട്ടിയെ ശ്രേയയുടെ അച്ഛൻ സഹായിച്ചത് കൊണ്ട് തന്നെ ശ്രേയയുടെ അച്ഛന് വീട് വെച്ച് നൽകി ശ്രേയയുടെ പഠിത്തമെല്ലാം നോക്കിയതുമൊക്കെ ഈ ജോർജ് കുട്ടിയാണ്. ശ്രേയ ഇപ്പോൾ വന്നിരിക്കുന്നത് അവൾക്ക് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. കല്യാണം ക്ഷണിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. കല്യാണത്തിന് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രേയയെ അനുഗ്രഹിച്ചാണ് ജോർജ് കുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. തന്റെ മകൾ അഞ്ജുവിന് വിവാഹം നടക്കാത്തതിന്റെ ചെറിയ സങ്കടം ജോർജ് കുട്ടിക്കും റാണിക്കും ഉണ്ടായിരുന്നു. ശ്രേയ ജോർജ് കുട്ടിയുടെ വീട്ടിൽ വന്ന് പോകുന്നതെല്ലാം പുറത്തുനിന്ന് നിരീക്ഷിക്കുകയാണ് യാമിനിയും കൂട്ടുകാരനും. ശ്രേയയുടെ പിന്നാലെ പോകുന്ന യാമിനി അവൾക്കൊപ്പം ബസ്സിൽ കയറിയതിനു ശേഷം ഒരു അപരിചിതയെ പോലെ അവളുടെ അടുത്ത് വന്നിരുന്നതിനു ശേഷം ശ്രേയയുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കാനും മത്തായി. തൊടുപുഴയിൽ നിന്നും ഒരു വിവാഹാലോചന കൊണ്ടുവന്നില്ലേ, ആ വിവാഹാലോചന മുടങ്ങിയിരിക്കുന്നു. എന്തെന്നാൽ അവരുടെ വീട്ടിലേക്ക് ആരോ വിളിച്ചിട്ട് അഞ്ചു ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും അവൾ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അതോടുകൂടി അവർക്ക് ഈ ഒരു വിവാഹം വേണ്ട എന്നാണ് ആ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ച ആളിന്റെ നമ്പരും ജോർജ് കുട്ടിക്ക് കൈമാറുന്നു. ഇതുവരെയും മഞ്ജുവിന് വന്നിട്ടുള്ള വിവാഹാലോചനകളെല്ലാം ആരോ ഫോൺ വിളിച്ച് മുടക്കുകയാണ് ചെയ്തത്. ആ നമ്പറുകളെല്ലാം കളക്ട് ചെയ്ത ജോർജ് കുട്ടി നേരെ പോകുന്നത് DGPയുടെ ഓഫീസിൽ വെച്ച് കണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ഈ നമ്പരൊക്കെ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഈ നമ്പറുകളുടെ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് ജോർജ് കുട്ടി ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരു ഫോണിൽ തന്നെയാണ് ഈ നമ്പറുകളെല്ലാം ആക്റ്റീവ് ആകുന്നത്. അതും ഈ ഒരു സിം ഓൺ ആകുന്ന സമയത്തെല്ലാം ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു നാട്ടിൽ തന്നെയാണ്, നിങ്ങളുടെ വീടിന്റെ പരിസരത്തായിട്ടാണ് കാണിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോൺ ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ഫോണിന്റെ IME നമ്പർ വെച്ചിട്ട് ഒരു വർഷം മുൻപ് ആ ഒരു ഫോണിൽ മറ്റൊരു സിം ഇട്ടിരുന്നുവെന്നും ആ സിം ഉപയോഗിച്ചിരുന്നത് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ് ശാന്തി എന്ന സ്ത്രീയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ശാന്തി എന്ന പേര് കേട്ടതോടുകൂടി ജോർജ് കുട്ടി ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ജോർജ് കുട്ടി അവിടെ നിന്നും നേരെ പോകുന്നത് ശാന്തിയുടെ വീട്ടിലേക്കാണ്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഈ ശാന്തി ജോർജ് കുട്ടിയുടെ കൂട്ടാളിയായ രാജന്റെ ഭാര്യ തന്നെയാണ്. ജോർജ് കുട്ടി വരുന്നത് കാണുന്ന ശാന്തിക്ക് കാര്യമൊക്കെ മനസ്സിലായി. അതോടെ രാജനും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. രാജനെ കാണുന്ന ജോർജ് കുട്ടി രാജനിട്ട് ഒരെണ്ണം കൊടുക്കുന്നു. എന്റെ കുടുംബത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആര് മുൻകൈയെടുത്താലും അവരെയൊക്കെ ഞാൻ തീർക്കുമെന്നാണ് ജോർജ് കുട്ടി പറയുന്നത്. അത് കേട്ട് ശാന്തി ഓടി വന്ന് ജോർജ് കുട്ടിക്കടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കുടുംബം, ഞങ്ങൾക്കുമുണ്ട് കുടുംബം. നിങ്ങളെ സഹായിച്ചു എന്നൊരു ഒറ്റ പേരിലാണ് ഇങ്ങേർക്ക് ജോലി നഷ്ടമായതും കുടുംബം പട്ടിണിയായതെന്നും ശാന്തി പറയുന്നു. രാജന് മോർച്ചറിയിലായിരുന്നു ജോലി. മോർച്ചറിയിൽ നിന്നും ജോർജ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെഡ് ബോഡി എടുത്ത് കൊടുക്കുവാനായിട്ട് സഹായിച്ചത് ഈ രാജനാണ്. അങ്ങനെയാണ് ഈ ഒരു കേസ് പുറത്തു വന്നപ്പോൾ രാജന് ജോലി നഷ്ടമായത്. രാജന്റെ ജോലി നഷ്ടമായതോടുകൂടി വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയായി. മക്കളുടെ പഠിത്തവും മുടങ്ങി. അങ്ങനെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് ശാന്തി കരയുന്നതും. ജോർജ് കുട്ടിയുടെ കൂടെ ഇത്രയും നിന്നിട്ടും ജോർജ് കുട്ടി രാജനെ ഒന്ന് സഹായിച്ചില്ല. അത് കാരണമാണ് രാജന്റെ ജീവിതം ഇങ്ങനെയായി പോയതെന്നൊക്കെയാണ് അവർ കുറ്റപ്പെടുത്തുന്നതും. അതെല്ലാം കേട്ട് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ജോർജ് കുട്ടി. ജോർജ് കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കാത്തതിന് പ്രതികാരം വീട്ടിയതായിരുന്നു രാജൻ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ, ജോർജ് കുട്ടി ഇവിടെ നിന്ന് പോയെന്നും രാജൻ പറയുന്നു. ആ ഒരു സങ്കടത്തോടു കൂടി എത്തുന്ന ജോർജ് കുട്ടി DGP ഓഫീസിൽ വെച്ച് കണ്ട തന്റെ പഴയ കൂട്ടുകാരനായ പോലീസുകാരനോട് സങ്കടമൊക്കെ പറയുന്നുണ്ട്. രാജനെ താൻ സഹായിക്കേണ്ടതായിരുന്നു എന്നൊക്കെ സങ്കടത്തോടു കൂടി പറയുന്നുമുണ്ട്. വീട്ടിലേക്ക് എത്തുന്ന ജോർജ് കുട്ടി ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് റാണിയും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം വാഴത്തോട്ടത്തിൽ ആരോ ലൈറ്റ് അടിക്കുന്നത് പോലെ ജോർജ് കുട്ടിക്ക് തോന്നുന്നു. ജോർജ് കുട്ടി ഉടനെ തന്നെ ടോർച്ചും എടുത്ത് വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങും. എന്നാൽ ജോർജ് കുട്ടി ചവിട്ടുന്നത് കുറെ പുല്ല് കൂടി കിടക്കുന്നതില്. അവിടെ ആരോ കുഴിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് മനസ്സിലായി. റാണി വിളിക്കുന്നത് കൊണ്ട് തന്നെ ജോർജ് കുട്ടി എന്ന് അവിടെ നിന്ന് കയറിപ്പോവുകയും ചെയ്യും. അടുത്ത ദിവസം രാവിലെ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ജോർജ് കുട്ടി വാഴത്തോട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും അവിടെ മത്തായി വന്നിരുന്നു. ജോർജ് കുട്ടിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മത്തായിയോട് ജോർജ് കുട്ടി പറയുന്നുണ്ട്, മകൾക്ക് വിദേശത്തു നിന്നുള്ള ആലോചനയൊക്കെ കൊണ്ടുവാ, നമുക്ക് നോക്കാമെന്ന്. മത്തായി നല്ല ഏതെങ്കിലും പയ്യന്മാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ഇറങ്ങുന്നത്. അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജോർജ് കുട്ടി വാഴത്തോട്ടത്തിലേക്ക് പോവുകയും അവിടെ ഒരു പുല്ലുമൂടി കിടന്ന കുഴിയിലെ അതിനുള്ളിൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് കുഴിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും തന്നെ കാണാത്തത് കൊണ്ട് ജോർജ് കുട്ടി അവിടെ നിന്നും കയറി പോകുന്നു. അതേ സമയമായിരുന്നു അവിടെ ഒരാളെ കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, സഹദേവൻ തന്നെയാണ്. സഹദേവൻ ഇപ്പോഴും ജോർജ് കുട്ടിയുടെ പിന്നാലെ തന്നെയുണ്ട്. ആ സീൻ അവിടെ കട്ടായി യാമിനിയാണ് കാണിക്കുന്നത്. യാമിനി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രേയയുടെ അഡ്രസ്സ് തപ്പിയാണ്. ശ്രേയയുടെ വീടും അവൾ കണ്ടുപിടിക്കുന്നു.
അതിനുശേഷം യാമിനി നേരെ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. യാമിനിയുടെ വീട്ടില് യാമിനിയുടെ അച്ഛനുമുണ്ട്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. യാമിനിയുടെ അച്ഛൻ മറ്റാരുമല്ല, സഹദേവൻ തന്നെയാണ്. സഹദേവന്റെ മകളായതുകൊണ്ടാണ് യാമിനി ഇപ്പോൾ ജോർജ് കുട്ടിയുടെ പിന്നാലെ നടക്കുന്നതും. യാമിനി നേരെ എത്തുന്നത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. തന്റെ കൂട്ടുകാരൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് ഓരോ കള്ളക്കഥകളൊക്കെ പറഞ്ഞിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞെത്തുന്നത് ജോർജ് കുട്ടിയുടെ കേസിലാണ്. അതോടെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി, ഇത് വേറെന്തോ ചതിയാണെന്നുള്ളത്. ഡോക്ടർ നൈസിന് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതേസമയം മത്തായി പുതിയൊരാലോചനയുമായി എത്തിയിരിക്കുകയാണ്. പയ്യന്റെ പേര് അവിര. ഫോട്ടോ കാണുമ്പോൾ എല്ലാവർക്കും അവിരായെ ഒരുപാട് ഇഷ്ടമായി. സഹദേവൻ നേരെ സ്പൈ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാൻ വേണ്ടിയിട്ടും എത്തുന്നുണ്ട്. ഈ ഒരു വിവരം IG ആയിട്ടുള്ള തോമസ് ബാസ്റ്റിനോട് വന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്യുന്നുണ്ട്. യാമിനി തന്നെ കാണാൻ വന്ന കാര്യം ഡോക്ടർ വിളിച്ച് ജോർജ് കുട്ടിയോട് പറയുന്നു. നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചാണ് ആ പെൺകുട്ടി തിരക്കിയതെന്നൊക്കെ പ്രത്യേകം ജോർജ് കുട്ടിയോട് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അഞ്ജുവിനെ പെണ്ണ് കാണുവാനായിട്ട് അവിരയുടെ ഫാമിലി എത്തുകയാണ്. അവർക്ക് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതും. മറ്റൊരു വശത്ത് ശ്രേയ തന്റെ വീട്ടിലേക്ക് വരുമ്പോഴോ വീടിന് മുന്നിലായിട്ട് ഒരാൾ ജീപ്പ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഈ സഹദേവനായിരുന്നു. ശ്രേയ വീട്ടിലേക്ക് എത്തുമ്പോഴോ വീടിനുള്ളിൽ നിന്നും ഒരു ബക്കറ്റും വെള്ളവുമായിട്ട് യാമിനിയും ഇറങ്ങി വരുന്നു. ജീപ്പ് കംപ്ലൈന്റ് ആയി അതിലൊഴിക്കാനാണെന്നും പറഞ്ഞാണ് യാമിനി അവിടെ നിന്ന് പോകുന്നത്. പക്ഷേ ശ്രേയയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ആ ഒരു കാര്യം ജോർജ് കുട്ടിയെ അറിയിക്കുകയാണ്. അങ്ങനെ ജോർജ് കുട്ടി ശ്രേയയുടെ വീട്ടിലേക്കും എത്തും. ശ്രേയ ജോർജ് കുട്ടിയോട് പറയുന്നത്, പല തവണയായിട്ട് ഞാൻ ആ ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ട്, എന്നോട് വന്ന് മിണ്ടുകയും ഒക്കെ ചെയ്യുകയാണെന്നുള്ള കാര്യവും ശ്രേയ പറയുന്നു. അതേസമയം തളർന്നു കിടക്കുന്ന ശ്രേയയുടെ അച്ഛൻ പറയുന്നത്, ആ പെൺകുട്ടിയോടൊപ്പം വന്ന പെൺകുട്ടിയുടെ അച്ഛൻ കാക്കി പാന്റും പോലീസിന്റെ ഷൂവുമാണ് ധരിച്ചിരുന്നത്. കണ്ടിട്ട് പോലീസാണെന്നാ തോന്നുന്നത്, എന്തോ എനിക്ക് സംശയമാണെന്നും തളർന്നു കിടക്കുന്ന ആള് പറയുന്നു. ചെറുക്കന്റെ വീട് കാണുവാനായി എത്തുകയാണ് ജോർജ് കുട്ടിയും കുടുംബവും. ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന കേസിന്റെ കാര്യമെല്ലാം മത്തായി തുറന്നു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജോർജ് കുട്ടിയും കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് പോലീസിന്റെ വെറും സംശയമാണെന്നുള്ള രീതിയിലൊക്കെ ജോർജ് കുട്ടിയും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഫാമിലിക്ക് ജോർജ് കുട്ടിയും കുടുംബത്തിനെയും ഒരുപാട് ഇഷ്ടമാകുന്നു. മാത്രമല്ല അവിരായുടെ അമ്മ പറയുന്നുണ്ട്, ആദ്യം ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ലായിരുന്നു, പക്ഷേ അവിരായാണ് ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചതെന്നും അവിരായുടെ അമ്മ പറയുന്നു. കല്യാണം മുടക്കുവാനായിട്ട് പലരും ശ്രമിക്കും, പല രീതിയിലും വീട്ടിലേക്ക് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുമെന്നും ജോർജ് കുട്ടി പ്രത്യേകം പറയുന്നു. എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം അവിരായുടെ അച്ഛനിൽ നിന്നും ജോർജ് കുട്ടിക്ക് ഒരു കോൾ വരുന്നു. അവരുടെ വീട്ടിലേക്ക് രാവിലെ തന്നെ ഒരാൾ വന്നിരുന്നു. വിവാഹം മുടക്കുവാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന ആളാണ്. അവര് ഫോട്ടോ എടുക്കുവാനായി തുടങ്ങിയപ്പോൾ തന്നെ അയാൾ ഇവിടെ നിന്ന് പോയി. അയാൾക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ ജീപ്പിലാ വന്നതെന്ന് പറഞ്ഞ് ആളിന്റെ ഫോട്ടോയും ജീപ്പിന്റെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നു. വന്ന ആള് രാജൻ തന്നെയാണ്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ ഫോട്ടോ കിട്ടിയില്ല, പകരം ജീപ്പിന്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. രാജന്റെ കൂടെ വന്നതാരാ? സഹദേവൻ തന്നെയാണ്. സഹദേവൻ നേരെ എത്തുന്നത് ഡോക്ടറിനെ കാണുവാൻ വേണ്ടിയിട്ട്. അഞ്ജുവിന്റെ ഫയൽ ആവശ്യപ്പെടുന്നു. എന്നാൽ ഡോക്ടർ കൊടുക്കാൻ തയ്യാറാകാത്തപ്പോഴോ ഡോക്ടറിനെ വിരട്ടുകയും ഡോക്ടറുടെ മകളെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. പേടിച്ച ഡോക്ടറാണെങ്കിൽ ഫയൽ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ പറയുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകളെ ഞാൻ കൊന്നുകളയും. മാത്രവുമല്ല ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറഞ്ഞിട്ടാണ് സഹദേവൻ അവിടെ നിന്ന് പോകുന്നത്. ഡോക്ടർ ഈ ഒരു കാര്യമൊക്കെ വിളിച്ച് ജോർജ് കുട്ടിയോട് പറയുന്നു. ജോർജ് കുട്ടിയോട് പ്രത്യേകം പറയുന്നുണ്ട്, വന്ന ആള് ധരിച്ചിരുന്നത് കാക്കി കളർ പാന്റും പോലീസിന്റെ ഷൂവുമാണെന്ന്. ശ്രേയയുടെ വീട്ടിൽ വന്ന ആളും ഇതേ രൂപമായിരുന്നെന്നാണല്ലോ ശ്രേയയുടെ അച്ഛൻ പറഞ്ഞത്. അതോടെ രണ്ടിടത്തും വന്നത് ഒരാളാണെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ജോർജ് കുട്ടിയാണെങ്കിലോ തനിക്കൊരു വണ്ടി നമ്പർ കിട്ടിയില്ലേ, ആ ഒരു വണ്ടി നമ്പർ ജോസിനെ ഏൽപ്പിച്ചിട്ട് ആരുടേതാണെന്ന് കണ്ടുപിടിക്കുവാനായും പറഞ്ഞിരുന്നു. ജോസ് അതെല്ലാം അന്വേഷിച്ചിട്ട് വന്ന് പറയുന്നത്, കുറെ വർഷങ്ങൾക്ക് മുൻപ് യഥാർത്ഥ ഓണർ ഒരാൾക്ക് ഈ ഒരു ജീപ്പ് വിറ്റു. അയാളുടെ പേര് സഹദേവൻ എന്നാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുകയാണെന്നാണ് ജോസ് വന്ന് പറയുന്നത്. അതോടെ സഹദേവന്റെ പേര് കേട്ടതും ആൾ ആരാണെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് മനസ്സിലായി. ജോർജ് കുട്ടി ഉടനെ തന്നെ സഹദേവന്റെ വീട്ടിലേക്ക് എത്തുന്നു. സഹദേവനോട് സംസാരിക്കുവാനായി തുടങ്ങുന്ന സമയം തന്നെ അകത്തു നിന്നും ബക്കറ്റുമായിട്ട് വരുന്ന യാമിനിയെ കാണുമ്പോഴോ യാമിനി സഹദേവന്റെ മകളാണെന്നുള്ള കാര്യവും ജോർജ് കുട്ടിക്ക് മനസ്സിലായി. അന്ന് തന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു വന്ന ആളല്ലേ യാമിനി, അപ്പോൾ എല്ലാവരും ചേർന്നുള്ള ഒത്തുകളിയാണെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലായി. സഹദേവ, നിനക്ക് ഓരോ കാര്യങ്ങൾ സംഭവിച്ചതിന്റെ കാരണമൊന്നും ഞാനല്ല, അത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് ഓരോന്ന് സംഭവിച്ചത്. പക്ഷേ എന്റെ കുടുംബത്തിൽ കയറി നീ കളിക്കാൻ നോക്കരുത്, എന്നോട് നീ എന്ത് വേണോ ആയിക്കോ എന്നൊക്കെ സഹദേവനോട് ജോർജ് കുട്ടി പറയുമ്പോൾ, നീ നിന്റെ മകളുടെ വിവാഹം നടത്തുവാനായി നോക്കുകയല്ലേ, നിന്റെ മകളെ നീ കല്യാണം കഴിപ്പിച്ച് ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത് എനിക്കൊന്ന് കാണണമെന്നായിരുന്നു സഹദേവൻ വിരട്ടിയത്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ജോർജ് കുട്ടിയും. സഹദേവൻ അവിടെ നിന്നും നേരെ വരുന്നത് ശ്രേയയുടെ വീട്ടിലേക്കാണ്. സഹദേവനാണ് ശ്രേയയുടെ വീട്ടിൽ വന്നതെന്ന് ജോർജ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ശ്രേയയുടെ അച്ഛനാണെന്ന് കരുതിയാണ് സഹദേവൻ
സഹദേവൻ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത്. മാത്രവുമല്ല നിനക്കറിയാവുന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞ് ശ്രേയയുടെ അച്ഛനെയും ശ്രേയയും ഒരുപാട് ഉപദ്രവിക്കുന്നു. ശ്രേയയെ ഉപദ്രവിക്കുന്നത് കണ്ട അച്ഛനാണെങ്കിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. സഹദേവൻ പോയ ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം വിളിച്ച് ശ്രേയയുടെ അച്ഛൻ ജോർജ് കുട്ടിയോട് പറയുന്നു. മകളെ ഉപദ്രവിക്കുന്നത് കണ്ടാണ് ഞാനങ്ങ് പറഞ്ഞു പോയത്, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല എന്ന് അച്ഛൻ പറഞ്ഞു കരയുന്നു. ശ്രേയയോട് സംസാരിക്കുന്ന ജോർജ് കുട്ടി അവിടേക്ക് പോലീസ് വന്നതുകൊണ്ടാണ് സഹദേവൻ ഇവിടെ നിന്ന് പോയത്. നാട്ടുകാരാണ് പോലീസിൽ വിവരം അറിയിച്ചതെന്നും ശ്രേയ പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് നീ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്നും ജോർജ് കുട്ടി ആവശ്യപ്പെടും. ശ്രേയ സഹദേവനെതിരായിട്ട് കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് തന്നെ IG തോമസും DYSP ഫിലിപ്പും സഹദേവനെ വിളിപ്പിക്കുന്നു. ഈ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊക്കുവാനായിട്ട് സഹദേവൻ ശ്രമിക്കുന്നത് കൊണ്ട് സഹദേവന് ഒരുപാട് വഴക്ക് പറയുന്നു. സഹദേവൻ റിട്ടയർ ആയതാണ്, എന്നിട്ടും ഈ ഒരു കേസിൽ വീണ്ടും ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തോമസ് ഒരുപാട് വഴക്ക് പറയുന്നു. തോമസിന് സഹദേവന് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഈ സഹദേവൻ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടെയുള്ള പോലീസുകാരിൽ ഒരുവിധം ആർക്കും തന്നെ സഹദേവനെ ഇഷ്ടമേ അല്ല. സഹദേവനെ അവിടെ നിന്നും വിരട്ടിയാണ് പറഞ്ഞു വിടുന്നത്. അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. സഹദേവനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, IG ഗീതാ പ്രഭാകറിന്റെ ഭർത്താവായിട്ടുള്ള പ്രഭാകർ തന്നെയാണ്. പ്രഭാകർ തോമസിനോട് ഈ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നു. സാർ എന്തിനാ വീണ്ടും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുവാനായി ശ്രമിക്കുന്നതെന്നൊക്കെ തോമസ് ചോദിക്കുമ്പോൾ, കേസ് എല്ലാം അവസാനിച്ച് അമേരിക്കയിലേക്ക് ഞങ്ങൾ പോയത് സമാധാനമായിട്ടൊരു ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഗീത ഡിപ്രഷനിലുമായി. യഥാർത്ഥ പ്രതിയായ ജോർജ് കുട്ടിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന വാശിയായി അവൾക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജോർജ് കുട്ടിയെ ഇത്തവണയെങ്കിലും പൂട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സഹദേവന്റെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. സഹദേവൻ ജോർജ് കുട്ടിയുടെ ശത്രുവാണല്ലോ, അതുകൊണ്ട് തന്നെ ജോർജ് കുട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൻ കളക്ട് ചെയ്തോളും. എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിന് ഞാൻ സഹദേവനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും പ്രഭാകർ പറയുന്നു. സഹദേവനെ നിങ്ങൾ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്ന് പ്രത്യേകം തോമസ് പറയുന്നുണ്ട്. ജോർജ് കുട്ടിക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മഞ്ജുവിന്റെ വിവാഹം നടന്നാൽ മതിയെന്നായി. മാത്രവുമല്ല എന്തായാലും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുമെന്നും താൻ അകത്താകുമെന്നുള്ള കാര്യമൊക്കെ ജോർജ് കുട്ടിക്ക് അറിയാവുന്നത് കൊണ്ട് ജോർജ് കുട്ടി തന്റെ വക്കീലിനെ ചെന്ന് കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. വക്കീലാണെങ്കിലോ മുൻകൂർ ജാമ്യം എടുക്കുവാനായിട്ടും പോവുക. അതേസമയം ജോർജ് കുട്ടിയുടെ മകളുടെ വിവാഹ ദിവസവും എത്തി. അപ്പോഴേക്കും പ്രഭാകർ ഏർപ്പാടാക്കിയ വക്കീലാണെങ്കിലോ വീണ്ടും കേസ് റീഓപ്പൺ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങളുമായിട്ടും എത്തിയിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്ന ജോർജ് കുട്ടിയുടെ വക്കീൽ പറയുന്നത്, ഇന്ന് ജോർജ് കുട്ടിയുടെ മകളായ അഞ്ജുവിന്റെ വിവാഹമാണ്. വിവാഹം മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദേ കേസും റീഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ മകളെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് ജോർജ് കുട്ടിയുടെ മകളുടെ വിവാഹം ഇന്നായതുകൊണ്ടാണ്. ആ കുട്ടിയുടെ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനു വേണ്ടിയിട്ടാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം വെറുതെ വിടണം. ആ കുട്ടിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. പറയുന്ന സ്ഥലത്ത് ജോർജ് കുട്ടി മകളുമായിട്ട് വരുമെന്ന് വക്കീൽ പറയുന്നത് കൊണ്ട് വിവാഹ ചടങ്ങുകളെല്ലാം കഴിയുന്നതുവരെ ജോർജ് കുട്ടിയെയും മകളെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും ആ പരിസരത്ത് പോലും പോലീസ് ചെല്ലാൻ പാടില്ല എന്നും ജഡ്ജി വിധിക്കുന്നു. അങ്ങനെ വിവാഹ ചടങ്ങുകളൊക്കെ നന്നായിട്ട് കഴിയുകയാണ്. ജോർജ് കുട്ടിക്കും സമാധാനമായി. കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും നേരെ പോകുവാനായി തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത് പുതുതായിട്ട് വന്ന ഒരു റിസോർട്ടിലേക്കാണ്. രണ്ടാളും റിസോർട്ടിലേക്ക് എത്തുന്ന സമയത്താണ് കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. സത്യത്തിൽ അവിരായുടെയും അഞ്ജുവിന്റെയും വിവാഹം പ്രഭാകറിന്റെ ഒരു പ്ലാനാണ്. പ്രഭാകർ പറഞ്ഞതനുസരിച്ചാണ് അവിര അഞ്ജുവിനെ വിവാഹം കഴിക്കുവാനായിട്ടും എത്തിയിരിക്കുന്നത്. പണ്ട് അവിര വിദേശത്തായിരുന്ന സമയത്ത് അവിരയുടെ ബിസിനസ് ലോസായി. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാശെല്ലാം കൊടുത്ത് സഹായിച്ചതും ആ ലോസ് എല്ലാം നികത്തിയതും ഈ പ്രഭാകർ ആയിരുന്നു. അതിന്റെ നന്ദിയാണ് അവിര ഇപ്പോൾ കാണിക്കുന്നത്. അവിരായുമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യമെല്ലാം ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മത്തായിയും അവർ ഏർപ്പാടാക്കിയിരുന്നു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു. അഞ്ജുവിന് ഒരു ഡ്രഗ് കൊടുത്ത് മയക്കുകയാണ്. അതേസമയം അവിടേക്ക് സഹദേവനും കടന്നു വരുന്നുണ്ട്. സഹദേവന്റെ കൈവശം ബ്ലഡുമുണ്ട്. ബ്ലഡ് എല്ലാം അഞ്ജുവിന്റെ ദേഹത്തും കയ്യിലും ഒക്കെ പുരട്ടുന്നു. അതിനുശേഷം അവിടെ നിന്നും അവിരായം കൊണ്ട് പോവുകയാണ്. പോകുന്നതിന് മുൻപായിട്ട് അഞ്ജുവിന്റെ ഫോണിൽ നിന്നും സഹദേവൻ ജോർജ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്യുന്നു. നിന്റെ മകൾ എന്റെ കസ്റ്റഡിയിലാണ്, നിന്റെ മരുമകനും എന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ടാകുന്നതും. അത് കാണുന്ന ജോർജ് കുട്ടിക്ക് വല്ലാതെ പേടിയാവുകയും ഉടനെ തന്നെ ആരും അറിയാതെ റിസോർട്ടിലേക്കും യാത്ര തിരിക്കുന്നു. സഹദേവൻ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് പോലീസുകാരെ വിവരമറിയിച്ചിട്ടാണ് പോകുന്നത്. പോലീസുകാർ എത്തുന്നതിന് മുൻപ് എന്തായാലും ജോർജ് കുട്ടിയും അവിടെ എത്തും. ജോർജ് കുട്ടിയും മകളും ചേർന്ന് അവിരായെ കൊന്നു. അവിരയുടെ ഡെഡ് ബോഡി വേറെ എങ്ങോട്ടോ മാറ്റി. അതായിരുന്നു സഹദേവന്റെ പ്ലാൻ. അഞ്ജുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും എന്നതാണ് പ്രഭാകറിന്റെ പ്ലാൻ. ഇതെല്ലാം തോമസിനോട് പറയുകയാണ്.
നാളെ രാവിലെ തന്നെ വിവരം അറിയാമെന്നും പറഞ്ഞിട്ടാണ് പ്രഭാകർ കോള് കട്ട് ചെയ്ത് കളയുന്നത്. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ പ്രഭാകറിനെ തോമസ് വിളിച്ചിട്ട് തോമസ് പറയുന്നത്, നിങ്ങൾ പ്ലാൻ ചെയ്തതല്ല അവിടെ നടന്നത്. അവര് അഞ്ജുവിന് ഡ്രഗ് കൊടുത്തതിന് ശേഷം പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അവിരായുടെ കാല് തെറ്റി അവിടെയുണ്ടായിരുന്ന ലൈറ്റ് താഴെ വീണു പൊട്ടുന്നു. ആ ശബ്ദം കേട്ട് അഞ്ജു ചാടി എഴുന്നേൽക്കും. അപ്പോൾ അവിടെ സഹദേവനെയും കാണുന്നു. അവൾ വല്ലാതെ ബഹളം വയ്ക്കുവാനായും തുടങ്ങി. എന്നാൽ സഹദേവൻ അഞ്ജുവിനെ പിടികൂടുകയും അവളെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അഞ്ജുവിന്റെ രണ്ട് കൈയിലും മുറിവുകൾ ഉണ്ടാക്കി. അവളെ അടിച്ചു. അവളുടെ നടുവിനൊക്കെ വലിയ കമ്പി കൊണ്ട് അടിക്കുകയും ചെയ്തു. അഞ്ജു ബോധമില്ലാതെ കട്ടിൽ കിടക്കുന്നതാണ് പോലീസുകാർ കണ്ടത്. മാത്രവുമല്ല അവിരായെയും കാണുന്നില്ല. അവിര സഹദേവനൊപ്പമാണ് പോയത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് സഹദേവൻ. സഹദേവൻ ഇനി അവിരായ വല്ലതും ചെയ്തു കാണുമോ എന്നുള്ള കാര്യമൊക്കെ തോമസ് പറയുന്നുണ്ട്. സത്യത്തിൽ പ്രഭാകരന്റെ പ്ലാൻ എന്തെന്നാൽ, പ്രഭാകർ പ്ലാൻ ചെയ്യുന്നത് പോലെ എല്ലാം നടന്നു കഴിഞ്ഞാൽ അവിരായെ വിദേശത്തേക്ക് മാറ്റുക, അത് തന്നെയായിരുന്നു. അവിരായ സഹദേവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കേസ് നിങ്ങളുടെ സൈഡിലേക്ക് തിരിയുമെന്നും തോമസ് പ്രഭാകരനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രഭാകറും തോമസും നേരെ പോകുന്നത് സഹദേവന്റെ വീട്ടിലേക്കാണ്. വീടിനകത്ത് കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ജോർജ് കുട്ടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. ജോർജ് കുട്ടി ആ ഒരു റിസോർട്ടിലേക്ക് വരുന്ന സമയം തന്നെ ജോർജ് കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതെല്ലാം സഹദേവന്റെ പ്ലാനാണെന്ന്. എങ്ങനെയെങ്കിലും ജോർജ് കുട്ടിയെ അവിടെ നിന്ന് മാറ്റുക, അത് മാത്രമായിരുന്നു സഹദേവന്റെ ലക്ഷ്യമെന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലായി. അവരുടെ വീട്ടിലെ വാഴത്തോപ്പില് ആരോ കുഴിയെടുത്തിട്ടിരുന്നില്ലേ, അത് യഥാർത്ഥത്തിൽ സഹദേവനാണെന്നും ആ ഒരു കുഴിയിൽ അവരായെ കൊന്നുകൊണ്ടുവന്ന് കുഴിച്ചു മൂടുക, എന്നിട്ട് അവരായെ കൊന്നത് ജോർജ് കുട്ടിയാണെന്ന് ആക്കി തീർക്കുക, അത് മാത്രമായിരുന്നു സഹദേവന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ജോർജ് കുട്ടി ഉടനെ തന്നെ ജോസിനെ വിവരം അറിയിക്കുന്നു. ജോസിനോട് സഹദേവനെ ഒന്ന് ഫോളോ ചെയ്യുവാനായിട്ടും ജോർജ് കുട്ടി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സഹദേവൻ പോകുന്നതെല്ലാം ജോസ് നിരീക്ഷിക്കുന്നു. അതിനുശേഷം സഹദേവൻ എവിടെയാണെന്നും കണ്ടുപിടിച്ച് ജോർജ് കുട്ടിയെ വിവരം അറിയിക്കുന്നു. ജോർജ് കുട്ടി ഉടനെ തന്നെ ജോസിനോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ വാഴത്തോപ്പില് കുറെ ആളുകളെ എത്തിക്കണം, അതിന് കള്ളം കയറിയെന്ന് വരുത്തി തീർക്കണമെന്നും ജോസിനോട് പറയുന്നു. അതനുസരിച്ച് ജോസ് ആരോ വാഴക്കുല മോഷ്ടിക്കുവാനായിട്ട് വന്നുവെന്ന് ബഹളമുണ്ടാക്കുന്നതോടുകൂടി ആ നാട്ടിലുള്ള എല്ലാവരും വാഴത്തോപ്പിലേക്ക് എത്തി. ജോർജ് കുട്ടി അതിനുശേഷം നേരെ വരുന്നത് സഹദേവനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. സഹദേവനെ ആ ഒരു വീട്ടിൽ ലോക്ക് ചെയ്യുകയും അവനെ ഒരുപാട് തല്ലുകയും ചെയ്യുന്നു. അഞ്ജുവിന്റെ കയ്യിൽ എങ്ങനെയൊക്കെ മുറിവുണ്ടാക്കിയോ അതുപോലെ മുറിവ് സഹദേവന്റെ ദേഹത്തും ഉണ്ടാക്കുന്നു. അവസാനം കഴുത്തിൽ കത്തി വെക്കുന്ന സമയത്താണ് സഹദേവൻ തന്റെ പ്ലാനുകളെല്ലാം തുറന്നു പറയുന്നത്. ജോർജ് കുട്ടിയുടെ വീട്ടില് സഹദേവൻ കുഴിയെടുത്തിട്ടിരുന്നു. ആ കുഴി എന്തായാലും ജോർജ് കുട്ടി തോണ്ടി നോക്കുമെന്നുള്ള കാര്യം സഹദേവൻ അറിയാം. അങ്ങനെ തോണ്ടുന്ന സമയത്ത് സഹദേവൻ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അവരയെ കൊന്നതിന് ശേഷം ആ കുഴിയിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുക, എന്നിട്ട് അവരായി കൊന്നത് ജോർജ് കുട്ടിയാണെന്ന് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും സഹദേവൻ പറയുന്നു. പക്ഷേ സഹദേവനാണെങ്കിലോ ജോർജ് കുട്ടിയുടെ വീടിന് പരിസരത്തേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ വാഴത്തോപ്പ് മുഴുവൻ ആളുകൾ നിൽക്കുന്നത് കണ്ടാണ് അന്ന് അവരെ കൊല്ലാതെ പോയതെന്നും സഹദേവൻ ഏറ്റു പറയുന്നു. അതേസമയം ആ വീട്ടില് അവിരയുണ്ടായിരുന്നു. ഇവരെയൊക്കെ കണ്ടതോടുകൂടി അവിര അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവരായി പിടികൂടുവാനായിട്ടും അവർക്ക് കഴിഞ്ഞതേയില്ല. ഈ കാര്യങ്ങളെല്ലാം ജോർജ് കുട്ടി പ്രഭാകരനോടും തോമസിനോടും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ. സഹദേവൻ എന്തായാലും കുറ്റങ്ങളെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും നിന്റെ കുടുംബത്തെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എല്ലാവരുടെയും പിന്നാലെ ഞാനുണ്ട് എന്നുള്ള കാര്യം പ്രഭാകർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു. അത് കേട്ടതോടുകൂടി ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണമെന്നും ജോർജ് കുട്ടി തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ മകൾക്കടുത്തേക്ക് വന്നിരിക്കുകയാണ്. താൻ കുറ്റം സമ്മതിക്കുവാനായിട്ടും പോവുകയാണെന്നും ജോർജ് കുട്ടി പറയുന്നു. ആദ്യമൊക്കെ റാണി എതിർക്കുമെങ്കിലും തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോർജ് കുട്ടി അത് ചെയ്തേ പറ്റൂവെന്നും റാണിയോട് പറഞ്ഞിട്ടാണ് നേരെ കോടതിയിലേക്കും എത്തുന്നത്. തന്റെ വക്കീലിനോടും ഈ ഒരു കാര്യം പറയുകയുണ്ടായി. വക്കീൽ കോടതിയിൽ ആവശ്യപ്പെടുന്നത് ജോർജ് കുട്ടി കുറ്റം സമ്മതിക്കണമെങ്കിൽ 5 വർഷത്തെ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നതായിരുന്നു ജോർജ് കുട്ടിയുടെ വക്കീലിന്റെ വാദം. അങ്ങനെ ജോർജ് കുട്ടിക്ക് 5 വർഷത്തേക്ക് ശിക്ഷ വിധിക്കുകയാണ്. സഹദേവൻ അഞ്ജുവിനെ ഒന്നും ചെയ്തിട്ടില്ല. ജോർജ് കുട്ടി റിസോർട്ടിലേക്ക് എത്തുന്ന സമയത്ത് അഞ്ജു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്തോ ട്രാപ്പാണെന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ അവിടെയുണ്ടായിരുന്ന കത്തിയെടുത്ത് അഞ്ജുവിന്റെ 2 കൈയും മുറിച്ചു. എന്നിട്ട് വലിയൊരു ഇരുമ്പ് തണ്ടുകൊണ്ട് അഞ്ജുവിന്റെ നടുവിലടിക്കുകയുണ്ടായി. എന്നിട്ട് അവളുടെ കവിളിലും അടിച്ചു. അവളോട് ബോധം കെട്ടതുപോലെ ഇവിടെ അഭിനയിക്കണമെന്നും ജോർജ് കുട്ടി പറയും. അതേ സമയത്തായിരുന്നു പോലീസുകാർ വരുന്ന ശബ്ദം ജോർജ് കുട്ടി കേൾക്കുന്നത്. അഞ്ജുവിനോട് ബോധമറ്റതുപോലെ കിടക്കാൻ പറഞ്ഞിട്ട് ജോർജ് കുട്ടി പുറത്തേക്ക് വന്ന് കതക് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് കതക് തള്ളി തുറക്കുന്നത് പോലെ ജോർജ് കുട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കും. അവിടേക്ക് എത്തുന്ന പോലീസുകാരോട് സഹദേവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു, അവന്റെ മകളെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ജോർജ് കുട്ടി ബഹളം വയ്ക്കുന്നതും. അങ്ങനെ കതക് തല്ലി തുറന്ന് അകത്തേക്ക് കയറി അഞ്ജുവിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. ജോർജ് കുട്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു. അതേ സമയത്തായിരുന്നു പ്രഭാകരന് അവിരായിൽ നിന്നും കോള് വരുന്നത്. ആ സഹദേവൻ എന്നെ കൊല്ലുവാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ
അയാൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല. എന്നാൽ അയാൾ അഞ്ജുവിനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനും അയാളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നുള്ള കാര്യമൊക്കെ അവിര പറയുന്നു. അപ്പോഴാണ് പ്രഭാകരനും തോമസിനും മനസ്സിലായത് ഇതെല്ലാം ജോർജ് കുട്ടിയുടെ പ്ലാനാണെന്നും സഹദേവനെ പൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ജോർജ് കുട്ടി അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം തോമസിനും പ്രഭാകരനും മനസ്സിലായി. ഇനി ഇയാളുടെ പിന്നാലെ ചെല്ലാതിരിക്കുന്നതാ നല്ലത്. അയാൾ അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുള്ള കാര്യവും തോമസ് പറയുന്നു. അങ്ങനെ ജോർജ് കുട്ടിയും ജയിലിലേക്ക് പോവുകയാണ്. വരുൺ പ്രഭാകരന്റെ കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നതൊക്കെ ന്യൂസിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ കേസ് തെളിഞ്ഞിരിക്കുന്നതും. അങ്ങനെ അമേരിക്കയിലുള്ള ഗീതാ പ്രഭാകറും ആ ന്യൂസ് കാണുന്നു. ഗീതാ പ്രഭാകറിന്റെ അടുത്തേക്ക് എത്തിയ ഭർത്താവായ പ്രഭാകർ, നിനക്കിപ്പോൾ സന്തോഷവും സമാധാനവുമായില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്കവന്റെ മകളെ വേണമെന്നും ഗീതാ പ്രഭാകർ പറയുന്നു. അതോടുകൂടി 4ാം പാർട്ടിനുള്ള ലീഡും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.